നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പരമോന്നതമായ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ബലിയിൽ അവരെ ആ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പരമോന്നതമായ ദൈവീക പ്രവൃത്തി. അതുകൊണ്ട് നമ്മൾ മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബലി അർപ്പിച്ചാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമ്മൾ കുർബാനയ്ക്കൊക്കെ അപ്പം മരിച്ച ദിവസം, അമ്മ മരിച്ച ദിവസം, നമ്മുടെ കുടുംബാംഗങ്ങൾ മരിച്ച ദിവസമൊക്കെ ഇടവപ്പള്ളി കൊണ്ട് വികാരിച്ചൻ്റെ അടുത്ത് 100 രൂപയോ 150 രൂപയോ ചിലപ്പോൾ അതിനും കണക്ക് പറയുന്നവരുണ്ട്. അച്ഛൻ അന്നാപ്പസക നീട്ടി പാടിയില്ല, അവർ ചേർത്ത് പറഞ്ഞ അന്നാപ്പസക പാടിയപ്പോൾ ഞാൻ പാട്ട് കുർബാനയ്ക്കാണ് കാശ് കൊടുത്തത്, അച്ഛൻ അന്നാപ്പസക പാടിയപ്പോൾ നീട്ടി പാടിയില്ലെന്നാണ് പറഞ്ഞത്. അന്നാപ്പസക തിരുനാളിൽ ഇപ്പോൾ മ്യൂസിക് ഇല്ലായിരുന്നു, നീട്ടിപ്പാടെന്ന് പറഞ്ഞാൽ മ്യൂസിക് ഇല്ലായിരുന്നു. ഞാൻ നീട്ടിപ്പാടാനാ കാശ് എന്നുകൊണ്ട് ഒരു 50 രൂപ തിരിച്ചുതരാൻ പറഞ്ഞു കുർബാന കഴിഞ്ഞപ്പോൾ വികാരിയച്ഛൻ്റെ അടുത്ത്. ആലോചിച്ച് നോക്കിയേ, ഒറ്റ കുർബാനയ്ക്ക് എന്തോ 150. കുർബാനയ്ക്ക് വിലയിടാൻ പറ്റില്ലെന്ന് നമുക്കറിയാം, വിശുദ്ധ കുർബാനയ്ക്ക് വിലയിടാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു സംവിധാനം റൺ ചെയ്യാനുള്ള ആ ഒരു ഇതാണ് ഇട്ടേക്കുന്നത്, അല്ലേ? ദേവാലയത്തിൻ്റെ കറണ്ട് കാശുണ്ട്, ദേവാലയത്തിൻ്റെതായ ചിലവുകളുണ്ട്. ഒരു ബലിയർപ്പിക്കുന്ന 1.5 മണിക്കൂർ സമയം, തിരികത്തിക്കണം, അല്ലേ? വിശുദ്ധ കുർബാന വേണം, വേണ്ടേ? ഓസ്തി മേടിക്കണം, വേണം, നമ്മുടെ വൈൻ മേടിക്കണം, വേണം, ഫാൻ കറക്കണം, കറണ്ട് കാശുണ്ട്, അല്ലേ? വിശുദ്ധ കുർബാനയുടെ വിലയായിട്ട് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ കുർബാനയ്ക്ക് വിലയിടാൻ പറ്റില്ല. ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈശോ അവനെ തന്നെ നമുക്കായിട്ട് തരികയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ വില എന്ന് പറഞ്ഞ് നമുക്ക് 150 രൂപ വിശുദ്ധ കുർബാനയുടെ വില. അപ്പോൾ ചിലർ പറയും ഇവിടെ 100 രൂപ ഉള്ളൂ വിശുദ്ധ കുർബാനയ്ക്ക്, അവിടെ 150 രൂപയാണ്. കാരിസ് പോലെ നിങ്ങൾക്കറിയാം, കുറേ നാളുകളായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് 200 രൂപയാണ് നമ്മൾ വില വെച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാശില്ലെങ്കിൽ പോലും നമ്മളിവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കും. പിന്നെ അത് വെച്ചിരിക്കുന്നത് എന്തിനാ? ആ വിശുദ്ധ കുർബാന കാരിസ് പോലെ വൈദികർ മാത്രമല്ല ചെല്ലുന്നത്, മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കാണ് നമ്മൾ അത് അയച്ചു കൊടുക്കുന്നത് കൂടുതലും. അപ്പോൾ മിഷന്റെ അവരുടെ ശുശ്രൂഷകൾക്കായിട്ട് അവർക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരാൾ വന്ന് 50 രൂപ ഉള്ളൂ, 50 രൂപയ്ക്ക് നമ്മൾ കുർബാന ചൊല്ലും, അവരുടെ നിയോഗം വയ്ക്കും. നമ്മൾ ആരുടെയും നിയോഗം വെക്കാതിരിക്കില്ല. വിശുദ്ധ കുർബാനയുടെ കാശായിട്ടല്ല നമ്മളത്. ആ ഒരു ആരാണോ വിശുദ്ധ കുർബാന ചെല്ലുന്നത് ആ മിഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുർബാനയ്ക്ക് 200 രൂപ വെച്ചിരിക്കുന്നത്. ഏതാണ് നാളുകളെ ചിലവരൊക്കെ 500 രൂപ കൊടുത്തിട്ട് ഒരു കുർബാന എല്ലാം പറയുന്നവരുണ്ട്. 1500 വന്നിട്ട് ഞാനിപ്പോൾ ഓർക്കണം, ഒരു സഹോദരി 1500 വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു കുർബാന. ഞാൻ പറഞ്ഞു 1500 രൂപയ്ക്ക് 5-6 കുർബാന എല്ലാം പറ്റുമെന്ന് പറഞ്ഞു. ഇല്ല, ഒറ്റ കുർബാന ഇല്ല മതി, അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു മിഷന്. കുർബാനയ്ക്ക് നമുക്ക് വിലയിടാൻ ഒരിക്കലും പറ്റില്ല. കാരണം വിശുദ്ധ കുർബാന ഈശോ തന്നെ നമുക്കായി പൂർണ്ണമായി നൽകുന്ന സമയമാണ് വിശുദ്ധ കുർബാനയുടെ സമയം. സ്വന്തം ജീവൻ നമുക്കായിട്ട് പകുത്തും പങ്കുവെച്ചും സ്വർഗം തരുന്ന സമയമാണ് വിശുദ്ധ കുർബാനയുടെ സമയം. നമ്മുടെയൊക്കെ ജീവന് നമ്മൾ എന്തോരം വിലയിടുന്നുണ്ടെന്ന് അറിയാവോ, അല്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മാരക രോഗം വന്നാൽ അറിയാം. ഡോക്ടർ പറയുവാണ് ഇന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അയ്യോ, ഇന്ന് ഓപ്പറേറ്റ് ചെയ്യണോ? കാശില്ലല്ലോ. 3 ലക്ഷം രൂപയെ ഓപ്പറേഷൻ. ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്നാ പിന്നെ ജീവൻ പൊക്കോട്ടെ എന്ന് പറയോ? പറ ഇല്ല. പറയും 3 ലക്ഷം അല്ല 30 ലക്ഷം ആണെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലും കൈനീട്ടി കഴുത്തി കിടക്കുന്ന മാലയും കൈ കിടക്കുന്ന വളയും വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ 3 ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ മകന്റെയോ മകളുടെയോ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ കാശ് മുടക്കുകയല്ലേ? അപ്പോൾ ജീവൻ എന്തോരം വില നമ്മളപ്പോൾ ആ സമയത്ത് ഇടുന്നുണ്ട്. അപ്പൊ ജീവന്റെ വില എന്ന് പറയാൻ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തതാണ്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം സ്വന്തം പുത്രന്റെ ജീവൻ നമുക്ക് വിലയായി തന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം കരുണയാണ് ദൈവം നമ്മോട് കാണിച്ചത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ മാത്രം ദൈവം നമ്മളെ യോഗ്യരാക്കി. അങ്ങനെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ബലിയിൽ നമ്മെ വീണ്ടെടുത്തുകൊണ്ട് നമ്മെ ദത്തുപുത്രരാക്കി പിതാവായ ദൈവം മാറ്റി. അതേ അവകാശം ദൈവം നമുക്ക് തന്നു.